എല്ലാ കുട്ടികൾക്കും നമ്മുടെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മറ്റൊരളവ് അല്ലെങ്കിൽ അതർ മെഷർ എന്ന് പറയുന്ന പുതിയൊരു അളവാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതായത് മുൻപുണ്ടായിരുന്ന നമ്മൾ പഠിച്ചിരുന്ന സൈന്, കോസ് എന്നീ അംശബന്ധങ്ങളിൽ നമ്മളൊരു ന്യൂനകോണിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിരുന്നത്. ന്യൂനകോണിൻ്റെ സമീപവശവും അതുപോലെ തന്നെ എതിർവശവും കർണവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. സൈൻ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണവും, കോസ് എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണമാണ്. ഇവിടെ കർണവുമായി ബന്ധമില്ലാത്തതും എതിർവശത്തിനെയും സമീപവശത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതുമായ ഒരു അളവാണ് നമ്മുടെ ടാൻജൻ്റ് അഥവാ ടാൻ. ടാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ന്യൂനകോൺ എടുത്താൽ ആ ന്യൂനകോണിൻ്റെ എതിർവശത്തിനെ അതിൻ്റെ സമീപവശം കൊണ്ട് ഹരിക്കുന്നതാണ്. ടാൻ എന്ന് പറഞ്ഞാൽ എതിർവശത്തിനെ സമീപവശം കൊണ്ട് ഹരിക്കുന്നതാണ്. അപ്പോൾ ഈ ഇവിടെ തന്നിരിക്കുന്ന ത്രികോണം എ ബി സിയിൽ അല്ലെങ്കിൽ എ സി ബിയിൽ സിയിലാണ് 90 ഡിഗ്രി വരുന്നത്. എ എന്ന് പറയുന്ന ന്യൂനകോണിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ 3 അളവുകളും പറഞ്ഞിട്ടുണ്ട്. ഒരു ത്രികോണത്തിലെ ന്യൂനകോണിനെ അടിസ്ഥാനമാക്കി 3 വ്യത്യസ്ത അംശബന്ധങ്ങൾ അഥവാ അളവുകൾ പറയാം. അതായത് എതിർവശത്തിനെ കർണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ബി സി ബൈ എ ബി, അതാണ് സൈന്. ഒരു സ്ഥിരസംഖ്യയാണ്, അതിന് സൈൻ അംശബന്ധം എന്ന് പറയുന്നു. ഇവിടെ അത് എ ബൈ സി എന്ന രൂപത്തിൽ, സൈൻ എ എന്ന് പറഞ്ഞാൽ എ ബൈ സി, ചെറിയ എ ബൈ ചെറിയ സി. അതുപോലെ സമീപവശത്തിനെ കർണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം ഒരു സ്ഥിരസംഖ്യയാണ്, അതിനെ കോസൈൻ എന്ന് പറയുന്നു. അതിവിടെ ബി ബൈ സി, സമീപവശം എന്ന് പറഞ്ഞാൽ എയുടെ സമീപത്തുള്ള വശം ഏതാണ്? ബി ബൈ സി. ഇനി ഈ സൈനിൻ്റെയും കോസിൻ്റെയും പരസ്പരം ഉള്ള അംശബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ ശരിയായ അർത്ഥത്തിൽ ടാൻ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ടാനിനെ നമുക്ക് എങ്ങനെയും പറയാം, ഒരു എ എന്ന് പറയുന്ന ഇവിടുത്തെ എ എന്ന് പറയുന്ന കോണിൻ്റെ എതിർവശത്തിനെ അതിൻ്റെ സമീപവശം കൊണ്ട് ഹരിക്കുന്നു. അതായത് എതിർവശം ഹരിക്കണം സമീപവശം. ഇതാണ് ടാൻ എന്ന് പറയുന്ന പുതിയ ഒരളവ് അല്ലെങ്കിൽ മറ്റൊരളവ്. നമ്മൾ നേരത്തെ പിടിച്ച അളവുകളുമായി ബന്ധപ്പെടുത്തി തന്നെ വരുന്ന ഒരളവാണ്. ഇതിൽ കർണം എന്ന് പറയുന്ന അളവ് നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. പകരം ആ ഒരു കോണിൻ്റെ എതിർവശത്തിനെ അതിൻ്റെ തൊട്ടടുത്തുള്ള വശം കൊണ്ട് ഹരിക്കുന്നു. എതിർവശം ഹരിക്കണം സമീപവശം എന്നാണ് നമ്മൾ ടാൻ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നേരത്തെ പഠിച്ച 45 ഡിഗ്രി 90 ഡിഗ്രി വരുന്ന മട്ടത്രികോണമാണ് ഇവിടെ പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ 45 ഡിഗ്രിക്ക് എതിരെയുള്ള വശങ്ങൾ 1 1 ആണെങ്കിൽ അതിൻ്റെ കർണം എത്രയാണ്? √2 വരിക. അപ്പോൾ ടാൻ 45ൻ്റെ വില കണ്ടുപിടിക്കാനായിട്ട് 45ൻ്റെ എതിർവശത്തിനെ സമീപവശം കൊണ്ട് ഹരിക്കുക. അവിടെ 2 1 വരും. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ടാൻ 45ൻ്റെ വില എപ്പോഴും 1 1/1. ഇനി 60 ഡിഗ്രി കോണാണ് എടുക്കുന്നതെങ്കിൽ 60 ഡിഗ്രി കോണിൻ്റെ എതിർവശം √3, സമീപവശം 1. അപ്പോൾ ടാൻ 60ൻ്റെ വില എതിർവശം ബൈ സമീപവശം √3/1. അതിനെങ്ങനെ എഴുതാറുണ്ട്? √3 തന്നെ എഴുതാം. അതേസമയം 30 ഡിഗ്രിയാണ് വരുന്നതെങ്കിൽ 30 ഡിഗ്രിക്ക് എതിർവശം എത്രയാണ്? 1, സമീപവശം √3. അപ്പോൾ ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3. അപ്പോൾ ഈ 3 വിലകൾ നമ്മൾ കാണാതെ ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. ടാൻ 45ൻ്റെ വില എപ്പോഴും 1. ഇത് നമുക്ക് ചോദ്യങ്ങളിൽ തന്നിട്ടുണ്ടാകില്ല. ടാൻ 45ൻ്റെ വില 1, ടാൻ 60ൻ്റെ വില √3, ടാൻ 30ൻ്റെ വില 1/√3. ഈ 3 അളവുകളും എതിർവശം ബൈ സമീപവശം ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന അളവുകളാണ്. ഇവരുടെ സൈനിൻ്റെയും കോസിൻ്റെയും വിലകൾ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ടാൻ വിലകളാണ്. ടാൻ വിലകൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട്. ടാൻ 45ൻ്റെ വില എപ്പോഴും 1. അത് വളരെ എളുപ്പമാണ് ഓർമ്മിച്ച് വെക്കാൻ. ടാൻ 60ൻ്റെ വില √3. ടാൻ 60ൻ്റെ വില, ടാൻ 30ൻ്റെ വില അതിൻ്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമമാണ്. എത്രയാണ്? 1/√3. സാധാരണ ഉയരം അതുപോലെ തന്നെ ഉയരവും ദൂരവും പരസ്പരം ബന്ധിപ്പിക്കുന്ന ചോദ്യങ്ങളിലാണ് നമ്മൾ ടാൻ ഉപയോഗിക്കാറുള്ളത്. അതിൽ ഉയരമായി വരുന്ന കോണിൻ്റെ എതിർവശവും ദൂരമായി വരുന്നത് സമീപവശവുമായിരിക്കും. സാധാരണ കർണം ഇതിൽ ഉപയോഗിക്കാറില്ല. അത്തരത്തിലൊരു ഉദാഹരണമാണ്, ലംബമായി നിൽക്കുന്ന ഒരു തൂണിൻ്റെ മുകളിൽ നിന്നും ഒരു കയർ തറയുമായി 50 ഡിഗ്രി കോണിൽ വരത്തക്ക വിധത്തിൽ വലിച്ചു കിട്ടിയിരിക്കുന്നു. തൂണിൻ്റെ ചുവട്ടിൽ നിന്നും 3 മീറ്റർ അകലെയാണ് കോണിൻ്റെ ദൂരം. അതായത് ദൂരമാണ് ഇവിടെ 3 മീറ്റർ. 3 മീറ്റർ അകലെയാണ് നമ്മുടെ പോസ്റ്റ് നിൽക്കുന്നത് അല്ലെങ്കിൽ തൂണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കയർ കെട്ടിരിക്കുന്ന തൂണിൻ്റെ ഉയരം എന്താണ്? അപ്പോൾ ഇവിടെ ദൂരം തന്നിട്ടുണ്ട്, ഉയരം. അതായത് CB കണ്ടുപിടിക്കണം അല്ലെങ്കിൽ BC കണ്ടുപിടിക്കണം. അപ്പോൾ 50 ഡിഗ്രി കോൺ എടുക്കുകയാണെങ്കിൽ 50 ഡിഗ്രി കോണിൻ്റെ എതിർവശമാണ് 50 ഡിഗ്രി കോണിൻ്റെ എതിർവശമാണ് BC, സമീപവശമാണ് AB. അപ്പം എങ്ങനെ എഴുതാം? BC/AB എന്ന് എഴുതാം. അതിൽ AB നമുക്കറിയാം 3 മീറ്ററാണ്. അപ്പം എങ്ങനെ വരും? ടാൻ 50
ടാൻ 50ൻ്റെ വില എന്ന് പറയുന്നത് ബി സി ബൈ എതിർവശം ബൈ സമീപവശം. എതിർവശം എത്രയാ? ബി സി, അതാണ് ഉയരം. സമീപവശം എത്രയാ? 3. ഇനി എന്ത് ചെയ്യണം? ഈ 3 കൊണ്ട് ടാൻ 50നെ ഗുണിച്ചാൽ മതി. ടാൻ 50ൻ്റെ വില 1.918. ഏകദേശം നമുക്ക് എങ്ങനെ എടുക്കാം? 1.2 എന്ന് എടുക്കാം. ഈ 1.2നെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 3.12 3 36. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടും? 3 അഥവാ പോസ്റ്റിൻ്റെ ഉയരം. അപ്പോൾ ഉയരവും ദൂരവും കഴിഞ്ഞെന്ന് കാണുന്ന ചോദ്യങ്ങളിൽ മിക്കവാറും എല്ലാം ഉയരം എന്ന് പറയുന്ന എതിർവശവും ദൂരം എന്ന് പറയുന്ന സമീപവശവുമായിട്ടാണ് വരിക. മിക്കവാറും ചോദ്യങ്ങളിലൊക്കെ ടാനാണ് ഉപയോഗിക്കുക. ഇനി കർണം കാണേണ്ട ചോദ്യങ്ങളിൽ നമുക്കപ്പോൾ എന്ത് ചെയ്യാം? ഒന്നുകിൽ സൈനോ അല്ലെങ്കിൽ കോസോ ഉപയോഗിക്കാം. അല്ലാത്ത ചോദ്യങ്ങളിലെല്ലാം നമ്മൾ ടാൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ടാൻ ഉപയോഗിക്കുമ്പോൾ ഒരു കോണിനെ സംബന്ധിച്ച് എതിർവശവും വേണം, അതിൻ്റെ സമീപവശവും വേണം. അങ്ങനെയാണെങ്കിൽ എതിർവശത്തിനെ സമീപവശം കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ഉത്തരമാണ് അതിൻ്റെ ടാൻ അംശബന്ധം. പാഠപുസ്തകത്തിൽ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു സമഭുജ സാമാന്ത്രികത്തിൻ്റെ ഒരു കോൺ 50 ഡിഗ്രിയാണ്. വലിയ വികരണം 5 സെൻറ്റിമീറ്ററുമാണ്. അതിൻ്റെ പരപ്പളവ് എത്രയാണ്? സമഭുജ സാമാന്ത്രികത്തിൻ്റെ പ്രത്യേകം നമുക്കറിയാം. എല്ലാ വശങ്ങളും തുല്യ നീളമാണ്. വികർണങ്ങൾ പരസ്പരം ലംബ സമഭാജികളാണ്. അതുപോലെ വികർണങ്ങൾ അതിൻ്റെ കോണുകളെയും സമഭാഗം ചെയ്യും. ഇതെല്ലാമാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 1/2 വികർണങ്ങളുടെ ഗുണനഫലമാണ് സമഭുജ സാമാന്ത്രികത്തിൻ്റെ പരപ്പളവ്. അതിന് ഇംഗ്ലീഷ് ചോദ്യം നോക്കാം. 1 angle of a rhombus. റോംബസ് എന്നാണ് സമഭുജ സാമാന്ത്രികത്തിൽ വിളിക്കുന്നത്. റോംബസ് ഈസ് 50 ഡിഗ്രി ആൻഡ് ദ ലാർജർ ഡയഗണൽ ഈസ് 5 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? അതിൻ്റെ ഏരിയ എന്താണ്? വലിയ ഡയഗണലാണ് 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ഓർമ്മിക്ക് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺ 50 ഡിഗ്രി ആണെങ്കിൽ എയിലെ കോൺ നമ്മൾ 50 ഡിഗ്രി എന്ന് എടുത്തു. എയിൽ വരുന്ന കോൺ 50 ഡിഗ്രി ആണെങ്കിൽ ബിയിൽ വരുന്ന കോൺ കണ്ടുപിടിക്കാൻ രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ ബിയിൽ വരുന്ന കോണായിരിക്കും 130 ആയിരിക്കും വരിക. അപ്പോൾ ഈ 130-നെതിരെ വരുന്ന എ സി ആണ് നമ്മുടെ വലിയ വികരണം വരിക. വലിയ കോണിനെതിരെയാണ് വലിയ വികരണം വരിക. അപ്പോൾ എ സി ആണ് ഇവിടെ 5 സെൻറ്റിമീറ്റർ നീളമായിട്ട് വരുന്നത്. കോൺ എ 50 ഡിഗ്രി ആയിട്ട് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ കോൺ ബി എന്ന് പറയുന്നത് അത് കൂട്ടുമ്പോൾ 180 കിട്ടണം എന്നുള്ളത് കൊണ്ട് 130 ഈ 130 ഡിഗ്രിക്കെതിരെ വരുന്ന വികരണമാണ് എ സി. എ സിയുടെ പ്രത്യേകത, വികരണത്തിൻ്റെ പ്രത്യേകത, അത് ചെന്ന് ചേരുന്ന കോണിനെ 2 തുല്യഭാഗങ്ങളായിട്ട് ഭാഗിക്കുന്നു. അതുകൊണ്ട് ഇത് 25ഉം 25ഉമായിട്ടാണ് ഭാഗിക്കുക. 25 ഡിഗ്രി ആയിട്ട് എ എന്ന് പറയുന്ന കോണിനെ എ സി ഭാഗിക്കുന്നു. അതുപോലെ ഈ വികരണങ്ങൾ എ സിയും ബി ഡിയും പരസ്പരം ലംബ സമഭാജിയായിരിക്കും. അപ്പോൾ എ സിയുടെ മൊത്തം നീളം 5 ആണെങ്കിൽ എ മുതൽ പി വരെ 2.5, എ മുതൽ പി വരെ 2.5, പിന്നെ പി മുതൽ സി വരെ 2.5. അതായത് കൃത്യമായിട്ട് വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും. ഇനി ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന അളവുകൾ ഏതൊക്കെയാണ്? കോൺ ഡി എ ബി എന്താണ്? കോൺ ഡി എ ബി എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. കോൺ ഡി എ ബി നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതുപോലെ എ സി എന്ന് പറഞ്ഞാൽ ഒരു വികരണത്തിന് നീളം 5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ കോൺ എ ബി സി എന്ന് പറഞ്ഞാൽ 130 ഡിഗ്രി. 50ഉം 130ഉം കൂട്ടിയാൽ 180 കിട്ടണം. വലിയ കോണിനെതിരെയുള്ള വികരണമാണ് വലുത്. അതുകൊണ്ട് 130 ഡിഗ്രിക്ക് എതിരായിട്ടാണ് ആര് വരിക? എ സി എന്ന വികരണം വരിക. ഇവിടെ വികരണങ്ങൾ പരസ്പരം ലംബ സമഭാജികളായതുകൊണ്ട് എ പി ഡി വരുന്ന കോണ് 90 ഡിഗ്രിയാണ്. ഇനി എ പി എന്ന് പറയുന്നതും ബി പി എന്ന് പറയുന്നതും തുല്യമാണ്. കാരണം 5ൻ്റെ പകുതിയാണ്. കാരണം ഒരു സമഭുജ സാമാന്ത്രികത്തിൻ്റെ വികരണങ്ങൾ പരസ്പരം ലംബമായി സമഭാഗം ചെയ്യും. ലംബവുമാണ്, സമമായി ഭാഗിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന മട്ടത്രികോണം എ പി ഡി എന്ന് പറയുന്ന മട്ടത്രികോണമാണ് എടുക്കുക. എ പി ഡി എന്ന് പറയുന്ന മട്ടത്രികോണത്തിൽ വരുന്ന കോണ് 25 ഡിഗ്രിയാണ്. 25 ഡിഗ്രി, പിന്നെ 90 ഡിഗ്രി വരുന്നുണ്ട്. അപ്പോൾ ഈ 25 ഡിഗ്രിയുടെ സംബന്ധിച്ച് അതിൻ്റെ സമീപവശം, എ പി ഡിയുടെ സമീപവശം നമുക്കറിയാം. എത്രയാ? എ പി എത്രയാ? 2.5. ഏതാണ് അതിൻ്റെ സമീപവശം? എ പി ഡിയുടെ സമീപവശം എ പി എത്രയാ? 2.5. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? അതിൻ്റെ എതിർവശമാണ് കണ്ടുപിടിക്കേണ്ടത്. എതിർവശം അതായത് പി ഡി. നമ്മുടെ കോൺ ഏതാണ്? 25. അപ്പോൾ ടാൻ 25 എന്ന് പറഞ്ഞാൽ
എതിർവശം ബൈ സമീപവശം. അപ്പോൾ APD എന്ന് പറയുന്ന മട്ടത്രികോണം എടുത്താൽ tan 25 കണ്ടുപിടിക്കാൻ 25 ഡിഗ്രിയുടെ എതിർവശത്തിനെ 25 ഡിഗ്രിയുടെ സമീപവശം കൊണ്ട് ഹരിക്കണം. ഇവിടെ ബാക്കി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് DAPയും BAPയും 25 ഡിഗ്രി ആയത്? സമഭുജ സാമാന്ത്രികത്തിൻ്റെ വികരണങ്ങൾ കോണിനെ സമഭാഗം ചെയ്യുന്നു. അപ്പം 50 ഡിഗ്രി എന്നുള്ളതിനെ 2 തുല്യ ഭാഗങ്ങളായിട്ട് 25ഉം 25ഉമായിട്ട് ഭാഗിച്ചു. അങ്ങനെയാണെങ്കിൽ ആ 25 ഡിഗ്രിയുടെ എതിരെ വരുന്ന വശമാണ് 25 ഡിഗ്രി കോണിൻ്റെ എതിരെ വരുന്ന വശമാണ് നമ്മുടെ DP. 25 ഡിഗ്രി കോണിൻ്റെ സമീപവശമാണ് നമ്മുടെ AP. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് tan 25 എന്ന് പറഞ്ഞാൽ 25ൻ്റെ എതിർവശം ബൈ 25 ഡിഗ്രിയുടെ സമീപവശം, അതായത് DP ബൈ AP. ഇതിൽ AP നമുക്കറിയാം എത്രയാണ്? 2.5. tan 25ൻ്റെ വില നമ്മൾ പട്ടിക നോക്കി കണ്ടുപിടിക്കുന്നു. അപ്പോൾ DP കണ്ടുപിടിക്കാൻ 2.5നെ tan 25 കൊണ്ട് ഗുണിക്കുന്നു. tan 25ൻ്റെ വില 0.4663 ആണ്. ഇതാണ് നമ്മുടെ വികരണത്തിൻ്റെ പകുതി. BD എന്ന വികരണത്തിൻ്റെ പകുതി. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ BD കണ്ടുപിടിക്കാൻ 2 × DP ചെയ്താൽ മതി. 2 × DP അതായത് 2 × 2.5 × 0.4663. ഇനി എങ്ങനെയാണ് സമഭുജ സാമാന്ത്രികത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക? 1/2 × വികരണങ്ങളുടെ ഗുണനഫലം, അതായത് 1/2 × AC × BD. 1/2 × AC എത്രയാ? 5. BD ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. 2 ഗുണിക്കണം 2.5 × 0.4663. ഇവിടെ ഈ 2 പോകുന്നു. 5 × 2.5 × 0.4663 ഗുണിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് എന്ത് കിട്ടും? ആ വികരണത്തിൻ്റെ നീളം, വലിയ വികരണത്തിൻ്റെ നീളം എന്ന് പറയുന്നത്, അതായത് പരപ്പളവ് എന്ന് പറയുന്നത് എത്ര കിട്ടും? വികരണത്തിൻ്റെ നീളമല്ല, പരപ്പളവ് എന്ന് പറയുന്നത്. വികരണത്തിൻ്റെ നീളം ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? പരപ്പളവ് കണ്ടുപിടിക്കുന്നു. 1/2 × AC × BD. എന്താണ് AC? 5 സെൻറ്റിമീറ്റർ എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. BD ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് 2 × 2.5 × 0. ഇതിൻ്റെ പരപ്പളവ് ഏകദേശം നിങ്ങളിത് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ 2 × 2 വെട്ടിപ്പോയി. പിന്നെ ബാക്കി വരുന്ന 5 × 2.5 ഈ 0.4663 ഏകദേശം 0.466 എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഉത്തരം 5.825 എന്ന രീതിയിലാണ് നമുക്കിവിടെ ഉത്തരം കിട്ടുക. ഇതാണ് നമ്മുടെ സമഭുജ സാമാന്ത്രികത്തിൻ്റെ പരപ്പളവ്. അടുത്ത ചോദ്യം. എ ലാഡർ ലീൻസ് അഗെയിൻസ്റ്റ് എ വോൾ വിത്ത് ഇറ്റ്സ് ഫുട്ട് 2 മീറ്റർ എവേ ഫ്രം ദി വോൾ. ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു, കോണി ചാരി വെച്ചിരിക്കുന്നു ഒരു ചുമരിൽ. വിത്ത് ഇറ്റ്സ് ഫുട്ട് അതിൻ്റെ താഴത്തെ ഭാഗം 2 മീറ്റർ എവേ ഫ്രം ദി വോൾ, ചുമരിൽ നിന്നും 2 മീറ്റർ അകലെയാണ്. ദി ആംഗിൾ വിത്ത് ദ ഫ്ലോർ ഈസ് 40 ഡിഗ്രി. ആ കോണി ഉണ്ടാക്കുന്ന കോണ് 40 ഡിഗ്രി. ഹൗ ഹൈ ഈസ് ദ ടോപ്പ് എൻഡ് ഓഫ് ദി ലാഡർ ഫ്രം ദി ഗ്രൗണ്ട്. ടോപ്പ് എൻഡ് ഓഫ് ദി ലാഡർ ചാരി വെച്ചിരിക്കുന്ന താഴെയുള്ള ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഉയരത്തിലാണ് എന്ന്, മുകൾ ഭാഗം, കോണിയുടെ മുകൾ ഭാഗം ചാരി വെച്ചിരിക്കുന്ന സ്ഥലം തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് എന്ന് കണ്ടുപിടിക്കുക. മലയാളത്തിൽ മതിലിന്മേൽ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു. ഏണിയുടെ ചുവട് മതിലിൽ നിന്ന് 2 മീറ്റർ അകലെയാണ്. ഏണിയും തറയുമായുള്ള കോണ് 40 ഡിഗ്രിയും. ഏണിയുടെ മുകളറ്റം തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ്, ഏണിയുടെ മുകളറ്റം തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് എന്ന് കണ്ടുപിടിക്കാനാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഈ ചിത്രം നോക്കാം. ഈ ചിത്രത്തിൽ നമ്മളൊരു ഏണി വരച്ചു വെച്ചിട്ടുണ്ട്. C മുതൽ A വരെയാണ് ഏണി. തറയിൽ നിന്ന് ഈ ഏണിയുടെ താഴത്തെ ഭാഗത്തിന്, ചുവടിന്, നമ്മുടെ മതിലുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 2 മീറ്ററാണ്. ഈ മതിലിൻ്റെ ഉയരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഏണി ചാരി വെച്ചിരിക്കുന്ന മുകൾ ഭാഗം കണ്ടല്ലോ, ഈ മുകൾ ഭാഗം A ആണ്. ചാരി വെച്ചിരിക്കുന്ന Aയിൽ നിന്ന് താഴെ Bയിലേക്കുള്ള ദൂരമായ AB ആണ്, ആ ഉയരമാണ് AB ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ചുവടിൻ്റെ ദൂരം തന്നിട്ടുണ്ട്, BC 2 മീറ്റർ. ഏണി ചാരി വെച്ചിരിക്കുന്ന ഉയരം, മതിലിൽ ഏത് ഭാഗത്താണോ ഏണി ചാരി വെച്ചിരിക്കുന്നത് ആ ഭാഗത്തേക്കുള്ള ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചോദ്യത്തിൽ tan 40 എന്ന് പറയുന്നത് 0.84 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു മട്ടത്രികോണത്തിൻ്റെ രൂപമാണ്. ABC എന്ന് പറയുന്ന മട്ടത്രികോണത്തിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? tan 40 ആണ് കണ്ടുപിടിക്കേണ്ടത്. tan 40 എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ സമീപവശമാണ്. എതിർവശം AB, സമീപവശം BC. അപ്പോൾ AB ബൈ BC
ബി സിയുടെ നീളം 2 മീറ്ററാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? AB/2. ഇനി AB കണ്ടുപിടിക്കാൻ 2 കൊണ്ട് tan 40 ഗുണിക്കണം. അതായത് 2 × 0.84. നമുക്കറിയാം 84 2 കൊണ്ട് ഗുണിച്ചാൽ 168. അപ്പോൾ 0.84 2 കൊണ്ട് ഗുണിച്ചാൽ 168 കിട്ടും. 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 1.68 മീറ്ററാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ദൂരവും ഉയരവും വരുന്ന ചോദ്യങ്ങളിൽ ടാൻ ഉപയോഗിച്ച് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയും. അടുത്ത ചോദ്യത്തിലെ 3 ചതുരങ്ങൾ വികരണത്തിലൂടെ മുറിച്ച് ത്രികോണങ്ങളാക്കി ചിത്രത്തിൽ കാണുന്ന പോലെ ചേർത്ത് വെച്ച് സമപഞ്ചഭുജം ഉണ്ടാക്കണം. പഞ്ചഭുജത്തിൻ്റെ വശങ്ങളെല്ലാം 30 സെൻറ്റിമീറ്റർ ആകണമെങ്കിൽ ചതുരങ്ങളുടെ നീളവും വീതിയും എത്രയായിരിക്കണം? അതായത് ഒരു വലിയ ചതുരവുമുണ്ട്, 2 ചെറിയ ചതുരങ്ങളുമുണ്ട്. അവരെയാണ് മുറിച്ചിരിക്കുന്നത്. ചതുരങ്ങളുടെ നീളവും വീതിയും കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. Three rectangles are to be cut along the diagonals and the triangles so got rearranged to form a regular pentagon as shown in the picture. If the sides of the pentagon are to be 30 centimeters, what should be the length and the breadth of the rectangles? നീളവും വീതിയും കണ്ടുപിടിക്കണം. ഈ പെൻറ്റഗണിൻ്റെ വശം എത്രയായിരിക്കണം? 30 സെൻറ്റിമീറ്റർ ആയിരിക്കണം എന്നുള്ള ഒരു സൂചന മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. എങ്ങനെ ചെയ്യാം നോക്കാം. ഇതാണ് പെൻറ്റഗൺ. അതിന് പേര് കൊടുത്തിരിക്കുന്നത് ABCDE എന്നാണ്. അതിൽ വലിയ ചതുരത്തിൽ നിന്ന് മുറിച്ച 2 ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ നടുവിലത്തെ ത്രികോണം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ത്രികോണമാണ്. അപ്പോൾ അതിൽ ADC എന്ന് പറഞ്ഞ ത്രികോണം, അതിൽ ലംബമായിട്ട് AP വന്ന് AP എന്ന് പറഞ്ഞ ലംബം താഴേക്ക് വരച്ചിട്ടുണ്ട്. AP എന്ന് പറയുന്ന ലംബം താഴേക്ക് വരച്ചിട്ടുണ്ട്. ആ ലംബം എന്ത് ചെയ്യുന്നു? 30 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വശം. അതിനെ 15-15 ഭാഗിക്കുന്നു. 15-15 ഭാഗിക്കുന്നു. അപ്പോൾ കിട്ടുന്ന ഒരു ത്രികോണമാണ് APD എന്ന് പറഞ്ഞ ത്രികോണമാണ്. APD ആ ഒരു ത്രികോണമാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. വലിയ ത്രികോണമായിട്ടുള്ള APD. അത് വലിയ ചതുരത്തിൽ നിന്ന് നമ്മൾ മുറിച്ചെടുത്ത ഭാഗമാണ് APD. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടുത്തെ കോണ് ഇവിടെയുള്ള കോണ്, അതായത് ഡിയിൽ വരുന്ന കോണ് 108 ഡിഗ്രി ആയിരിക്കും ആകെ വരിക. കാരണം ഒരു പഞ്ചഭുജത്തിനെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാ കോണുകളും 108 ഡിഗ്രി വീതമായിരിക്കും വരിക. 108 ഡിഗ്രി വീതം എല്ലാ കോണുകളും തുല്യമായിരിക്കും. അവയുടെ അളവുകൾ 108 ഡിഗ്രി വീതമായിരിക്കും വരിക. ഒരു പഞ്ചഭുജത്തിനെ സംബന്ധിച്ച് എല്ലാ 5 കോണുകൂടെ കൂട്ടിയാൽ 540 ലഭിക്കും. 540-നെ 5 കൊണ്ട് ഹരിച്ചാൽ ഓരോ കോണുകളും 108 ഡിഗ്രി വീതമാണ് കിട്ടുക. ഓരോ കോണും 108 ഡിഗ്രി. അതുകൊണ്ട് ഇവിടെയുള്ള കോൺ ഇയിൽ വരുന്ന കോണ് 108 ആണ്. ഡിയിൽ വരുന്ന കോണും 108 ആണ്. ഇയിൽ വരുന്ന കോണ് രണ്ടും തുല്യമായിരിക്കണം. കാരണം ഇത് ഒരു സമപാർശ്വ ത്രികോണമാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ എന്ന് പറയുന്നതിന് ഈ വര ഇതിനെ തുല്യമായി ഭാഗിക്കും. അതുകൊണ്ട് ഇയിൽ വരുന്ന കോണുകൾ 54-54 വരിക. 54-54. അപ്പോൾ ഈ കോൺ 54, മറ്റൊരു കോൺ 90. അങ്ങനെയാണെങ്കിൽ മൂന്നാമത് വരുന്ന കോൺ എത്രയായിരിക്കണം? 36 ഡിഗ്രി ആയിരിക്കണം, അല്ലേ? 36 ഡിഗ്രി. അപ്പോൾ ഡി എന്ന് പറയുന്ന മൂലയുടെ ഒരു ഭാഗത്ത് വരുന്ന കോണം 36 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മറുഭാഗത്ത് എത്രയായിരിക്കും വരിക? 72 ഡിഗ്രി ആയിരിക്കും വരിക. അപ്പോൾ വലിയ ത്രികോണത്തിനെ സംബന്ധിച്ച് അതിൻ്റെ കോണുകൾ 90, 72. ഇവിടുത്തെ കോൺ എത്രയായിരിക്കും വരിക? 18. 90, 72, 18 എന്നിവയാണ് വലിയ ത്രികോണത്തിനെ സംബന്ധിച്ച് വരുന്ന കോണുകൾ. ഇനി ചെറിയ ത്രികോണം, അതിൽ കാണുന്ന 2 ചെറിയ ത്രികോണങ്ങൾ കാണുന്നുണ്ട് 2 വശത്തായിട്ട്, അല്ലേ? ഇടതും വലതുമായിട്ട് 2 ചെറിയ ത്രികോണങ്ങൾ. അത് ചെറിയ ചതുരം മുറിച്ച് കിട്ടിയതാണ്. അപ്പോൾ ചെറിയ മട്ടത്രികോണത്തിലെ കോണുകൾ 36, 54, 90. വലിയ ത്രികോണത്തിലെ നീളമുള്ള ത്രികോണത്തിലെ കോണുകൾ 18, 72, 90 ക്രമത്തിലാണ് നമുക്ക് കിട്ടുക. 18, 72, 90. നമുക്ക് ആ ത്രികോണങ്ങളിലേക്ക്, ആ ഒരു ചതുരങ്ങളിലേക്ക് പോകാം. ഈ കോണളവുകളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഒരു പഞ്ചഭുജത്തിനെ സംബന്ധിച്ച് ആകെ കോണളവ്, മൊത്തം കോണളവ് ഓരോ 540 ആണ്. ഓരോരോ കോണും 108 ഡിഗ്രി വീതം വരും.
ഇവിടെ 54ഉം 54ഉം വീതം വരും. അങ്ങനെയാണെങ്കിൽ ഒരു കോണ് 90ഉം രണ്ടാമത്തെ കോൺ 54ഉം ആണെങ്കിൽ മൂന്നാമത്തെ കോണ് 36 വരും. ഇനി ഡി എന്ന് പറയുന്ന കോണിൻ്റെ ഒരു ഭാഗം 36ആണ്. അപ്പം മറുഭാഗം 72 ആയാലേ ഡിയിലെ കോണ് 72 36 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുകയുള്ളൂ? 108 കിട്ടുകയുള്ളൂ. നമുക്ക് വലിയ ചതുരത്തിലേക്കൊന്ന് പോകാം. അതിൽ വലിയ ചതുരം പരിഗണിച്ച് കഴിഞ്ഞാൽ വലിയ ചതുരം ഇതാണ്. അതിൽ APD എന്ന് പറയുന്ന ത്രികോണമാണ് നമ്മൾ ആ ചിത്രത്തിൽ കണ്ടത്. APDയിൽ ഈ DP എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചഭുജത്തിൻ്റെ വശത്തിൻ്റെ പകുതിയാണ്. അതാണ് അതിൽ 15 സെൻറ്റിമീറ്ററാണ് DP വരിക. ഇനി നമുക്ക് ഈ വലിയ ചതുരത്തിന് നീളവും വീതിയും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇവിടെ നീളം കണ്ടുപിടിച്ചാൽ മാത്രം മതി. കാരണം വീതി നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ്? 15ആണ്. വീതി 15ആണ് നമുക്കറിയാം. അപ്പോൾ നീളം അതായത് AP കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് കാണാം? ഇവിടുത്തെ മട്ടത്രികോണത്തിൽ നിന്ന് tan 72ൻ്റെ വില കണ്ടുപിടിക്കുക. tan 72 എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ സമീപവശം. 72ൻ്റെ എതിർവശം എത്രയാണ്? 72ൻ്റെ എതിർവശം AP, സമീപവശം DP. അതായത് AP ബൈ 15 നമുക്ക് tan 72 കിട്ടുക. ഇനി AP കണ്ടുപിടിക്കാനായിട്ട് ഈ ഹരിച്ചിരിക്കുന്ന 15നെ tan 72ൻ്റെ കൂടെ ഗുണിക്കുക. tan 72 ഗുണിക്കണം 15 നമ്മുടെ APയുടെ നീളം. അപ്പോൾ നമുക്ക് വലിയ ചതുരത്തിൻ്റെ നീളവും കിട്ടി, വീതി 15. കാരണം സമപഞ്ചഭുജത്തിൻ്റെ വശത്തിൻ്റെ പകുതിയാണ് വീതി. വലിയ ചതുരം ADBPയിൽ DP 15 സെൻറ്റിമീറ്റർ. ഇനി ആ മട്ടത്രികോണം DPയിൽ നിന്ന് tan 72 എന്ന് പറഞ്ഞാൽ AP ബൈ DP. AP കണ്ടുപിടിക്കാൻ 15 × tan 72 ചെയ്യുന്നു. tan 72ൻ്റെ വില 3.077. 15 × 3.077 എത്ര കിട്ടും? 46.17. അപ്പോൾ വലിയ ചതുരത്തിനെ സംബന്ധിച്ച് നീളം എന്ന് പറയുന്നത് AP 46.17, വീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സമപഞ്ചഭുജത്തിൻ്റെ വശത്തിൻ്റെ പകുതിയാണ്. അതാണ് 15. ഇനി ചെറിയ ചതുരത്തിനെ സംബന്ധിച്ച് ചെറിയ ചതുരത്തിൻ്റെ രൂപമാണ് ഇവിടെ കാണുന്നത്. അത് ADQE എന്നുള്ളതിൽ AQE എന്ന് പറയുന്ന മട്ടത്രികോണം, ചെറിയൊരു മട്ടത്രികോണം എടുത്തു. അവിടുത്തെ കോണുകൾ ഏതൊക്കെയാണ്? 54, 90, 36 വീതമാണ്. 36, 54, 90. ഇതാണ് ഈ ഒരു ത്രികോണമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ത്രികോണം വേണമെങ്കിൽ നമുക്ക് ആ ചിത്രത്തിലേക്ക് ഒന്ന് ഉറക്കുക. ഈ ഒരു ത്രികോണം AQE എന്ന് പറയുന്ന ത്രികോണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അതിലെ വരുന്ന കോണുകൾ ഇവിടെ 36. കാരണം ഒരു കോണ് 90, രണ്ടാമത്തെ കോൺ 54, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോണം 36 ആയിരിക്കും വരിക കേട്ടോ. AQE മാത്രമായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഈ കോൺ 54, ഈ കോണ് 90. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 54ഉം 90ഉം കൂട്ടിയിട്ട് 90 180 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 36 ഈ ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ കോൺ. ഇത് നമ്മുടെ ചെറിയ ചതുരത്തിന് നേർ പകുതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചതുരത്തിൻ്റെ കോണുകൾ, ചെറിയ ചതുരത്തിലെ പകുതിയിൽ വരുന്ന മട്ടത്രികോണത്തിൻ്റെ കോണുകൾ 90, 54, 36 അല്ലേ. ഇതിൽ നമുക്ക് നീളവും വീതിയും കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമുക്കിവിടെ തന്നിരിക്കുന്നത് കർണമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കർണം തന്നാൽ നമ്മൾ ടാൻ ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്. കർണം തന്നാൽ നമുക്ക് സൈനും കോസും ഉപയോഗിച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ AQ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സൈൻ 54 ഉപയോഗിക്കാം. സൈൻ 54ൻ്റെ വില കണ്ടുപിടിക്കുക. സൈൻ 54 എന്ന് പറഞ്ഞാൽ എതിർവശം, അതായത് AQ നമ്മുടെ ചതുരത്തിന് നീളം ബൈ കർണം എത്രയാ? 30. അപ്പോൾ ഈ 30നെ സൈൻ 54 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? AQവിൻ്റെ നീളം കിട്ടും. ഇനി വേണമെങ്കിൽ കോസ് 54 ഉപയോഗിച്ച് നമുക്ക് എന്ത് കാണാം? സമീപവശത്തിന് നീളമായിട്ടുള്ള EQ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സൈൻ 54 എന്ന് പറഞ്ഞാൽ AQ ബൈ AE ആണ് 30 അല്ലേ. അപ്പോൾ AQ കണ്ടുപിടിക്കാൻ 30 × സൈൻ 54 ചെയ്യുന്നു. സൈൻ 54 വില 0.578 ആണ്.
അപ്പം 30 ഇൻറ്റു 0.5878 നമുക്ക് എന്ത് കിട്ടി? 24.27 കിട്ടി. ഇനി ഇ ക്യു കണ്ടുപിടിക്കാനായിട്ട് 54ൻ്റെ സമീപവശമാണ് ഇ ക്യു. നമുക്ക് ആ ചിത്രം വലിയ ചിത്രത്തിലേക്ക് പോയാൽ മനസ്സിലാവും. 54ൻ്റെ നമ്മൾ ചതുരത്തിന് നീളം കാണാൻ ആദ്യം sin 54 ഉപയോഗിച്ചത്. sin 54 എന്ന് പറഞ്ഞാൽ 54 എന്ന് പറയുന്ന കോണിൻ്റെ എതിർവശം, അതായത് എ ക്യു ഹരിക്കണം കർണം എ ക്യു ബൈ 30. അതിനുശേഷം 30 ഇൻറ്റു sin 54 കണ്ടുപിടിച്ചു, എ ക്യു നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ വീതി അഥവാ ഇ ക്യു കണ്ടുപിടിക്കാൻ നമുക്ക് ഇതേ കോണിന് തന്നെ കോസ് എടുത്താൽ മതി. കാരണം കോസ് എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണം. അപ്പോൾ സമീപവശമാണ് നമ്മുടെ ചതുരത്തിൻ്റെ വീതി. അപ്പോൾ ഇ ക്യു ബൈ 30. ഇപ്പോൾ ഈ 30നെ കോസ് 54 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇ ക്യുവിൻ്റെ നീളവും കിട്ടും. എ ക്യുവും ഇ ക്യുവും കണ്ടുപിടിച്ചാൽ ചെറിയ ചതുരത്തിനെ സംബന്ധിച്ച് നീളവും വീതിയും കിട്ടുന്നു. അപ്പോൾ ചെറിയ ചതുരത്തിൻ്റെ നീളമെന്ന് പറഞ്ഞാൽ എ ക്യു ആണ്. എ ക്യു എന്ന് പറയുന്നത് 30 ഇൻറ്റു 0.5878, അതായത് 24.27. ഇനി കോസ് 54 എന്ന് പറയുന്നത് ഇ ക്യു ബൈ എ ഇ ആണ്. അതായത് ഇ ക്യു കണ്ടുപിടിക്കാൻ 30 ഇൻറ്റു കോസ് 54 ചെയ്യുക. 30 ഇൻറ്റു 0.5878 എത്ര കിട്ടും? 30 ഇൻറ്റു 0.5878, ഉത്തരം 17.63. അപ്പോൾ ഇതിൻ്റെ ചതുരത്തിൻ്റെ നീളവും വീതിയും നമ്മൾ കണ്ടുപിടിച്ചു. നീളം എന്ന് പറഞ്ഞാൽ 24.27, വീതി എന്ന് പറയുന്നത് 17.63. ഇതിലൊരു തിരുത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ കോസ് 54 വില 0.5878 sin 54ൻ്റെ വിലയിൽ ഒരു തിരുത്തുണ്ട്. sin 54ൻ്റെ വില നമ്മൾ ടേബിൾ നോക്കി കണ്ടുപിടിച്ചാൽ 0.8090 0.8090 അത് ഉപയോഗിച്ചിട്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 24.27 കിട്ടുക. അങ്ങനെ എ ക്യുവും കണ്ടുപിടിക്കുക, ഇ ക്യുവും കണ്ടുപിടിക്കുക. അങ്ങനെ ചെറിയ ചതുരത്തിന് നീളവും വീതിയും കൂടി കിട്ടിയാൽ നമ്മുടെ ഉത്തരം പൂർത്തിയാവുന്നു.